ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. ഇത് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 250 ml കപ്പിന് ഒരു കപ്പോളം ശർക്കരയാണ് ഇട്ട് വേണ്ടത്. ഞാൻ ശർക്കര ഒന്ന് ചീകി എടുത്തിട്ടുള്ളതാണ്. അങ്ങനെ 250 ml കപ്പിന് ഒരു കപ്പാട്ടോ വേണ്ടത്. അത് നമുക്ക് ഈ ഒരു പാനിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനൊരു 3/4 കപ്പോളം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി രണ്ടും കൂടെ നല്ല പോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് മെൽറ്റ് ചെയ്തെടുത്താൽ മതിയേ. നമുക്കത് കുറുക്കിയിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മൊത്തം ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നാൽ മാത്രം മതിയാവും. നമ്മളിങ്ങനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ അതിൽ പൊടികളോ മണ്ണ് അങ്ങനെ എന്തെങ്കിലും വേസ്റ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് അരിച്ചെടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നല്ല ക്ലീൻ ആയിട്ടുള്ള ശർക്കര എന്നുണ്ടെങ്കിൽ നമ്മളത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയിലേക്ക് തന്നെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ അതാ ശർക്കര നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒട്ടിങ്ങനെ കട്ടകളും തരികളൊന്നും ഇല്ല. ഇനി നമുക്കിത് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഒരു അരിപ്പയിൽ കൂടെ ഒഴിച്ചിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ അരിപ്പയിൽ കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോക്കിയെടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 250 ml കപ്പിന് ഒരു അര കപ്പോളം പൊട്ടുകടലയാണ്. വറുത്ത പൊട്ടുകടലല്ലേ, നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു പൊട്ടുകടല കേട്ടോ എടുത്തിട്ടുള്ളത്. അത് അര കപ്പോളാണ് വേണ്ടത്. ഇനിയിപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിന് പകരം കടലപ്പൊടി എടുത്താലും മതി കേട്ടോ. അതൊന്ന് വറുത്തിട്ട് എടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അത് ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒട്ടുങ്ങനെ തരികളും കട്ടകളും ഒന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലൊട്ടും വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ല തുടച്ച് ക്ലീൻ ആക്കി എടുത്തിട്ടുള്ള ജാർക്ക് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. അങ്ങനെ ആകുമ്പോൾ നല്ല പോലെ കിട്ടുള്ളൂ. അപ്പോൾ അതായത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒട്ടും ഇങ്ങനെ കട്ടകളും തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല നൈസായിട്ട് തന്നെ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആ ഒരു 250 ml കപ്പിന് ഒരു കപ്പോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതായത് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതാ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായി പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റൗവിൽ. അതിലേക്ക് ഒരു 3 കപ്പോളം വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml കപ്പിന് 3 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണേ. ഇപ്പോൾ അതാ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കടലപ്പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം സിമ്മിലോട്ട് അങ്ങ് മാറ്റിയാൽ മതി കേട്ടോ. എന്നിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒരു മീഡിയത്തിലോട്ട് മാറ്റിയിട്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ ഒന്ന് കുറുക്കിയെടുത്താൽ മതിയേ. നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. അതിൽ കിടന്നിട്ട് ആ വെള്ളത്തിൽ ആ ഒരു പൊടി കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, കൈവിടാണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കട്ട കുത്തി പോകാൻ ചാൻസ് ഉണ്ട്. അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര ഉണ്ടല്ലോ, അത് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഉണ്ടല്ലേ, കുറച്ചൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഈ ശർക്കര പാനി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുറുകിയിട്ട് വരട്ടെ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്നും കൂടെ അങ്ങനെ കുറുകി വരണേ കേട്ടോ. തിളച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരണേ. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഒരു മധുരമുള്ള എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോൾ ഒക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഐറ്റം കൂടിയാണ് കേട്ടോ. നമ്മളിതിലേക്ക് സ്പെഷ്യലായിട്ട് തേങ്ങാപ്പാലോ പാലോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇതുപോലെ തന്നെ അങ്ങ് റെഡിയാക്കി എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ തിളച്ച് ഒന്നും കൂടെ അങ്ങനെ കുറുകി വരട്ടെ.
ഏകദേശം ഒന്നിങ്ങനെ കുറുകി വരാനായ പിന്നെ അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പോളം തേങ്ങ ഒന്ന് ചെരുവി എടുത്തിട്ടുള്ളതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റോളം വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഇതുപോലെ തന്നെ അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ, കുറച്ച് ടൈമും കൂടെ. അപ്പോൾ അതാ 2-3 മിനിറ്റോളം ഞാൻ ഒന്നുകൂടെ ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല തിക്നെസ് ആയിട്ട് വന്നിട്ടുണ്ട്. തണുത്ത് വന്നാൽ ഒന്നുകൂടി തിക്കായിട്ട് വരും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണോളം ഏലക്കയുടെ പൊടി ഇട്ട് കൊടുക്കാം, നല്ലൊരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ഉപ്പ് ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടും നിർബന്ധമില്ല കേട്ടോ. പക്ഷേ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിനെക്കാട്ടിലും ഒന്നും കൂടി തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈമും കൂടി ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. പക്ഷേ ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നങ്ങ് ചൂടായിട്ട് വന്നാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, അത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂം അതേപോലെ കിസ്മിസൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആ തിളച്ച് വന്നതോട് കൂട്ടിയിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആ സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതൊന്നങ്ങ് മെൽറ്റായിട്ട് വരട്ടെ. അതൊന്ന് മെൽട്ടായിട്ട് വന്നാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കാഷ്യൂസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്നിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് കളർ ഒന്നിങ്ങനെ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം തന്നെ ഉണക്കമുന്തിരിയും കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഈ ഒരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു മധുരമൊക്കെ കഴിക്കാൻ ആഗ്രഹമൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും കൂടെ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കും കൂടെയാണ്. നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ചൂടോട് കൂടിയിട്ടായതുകൊണ്ടാണ് ഇത്രയ്ക്ക് ലൂസ് കേട്ടോ, എന്നാലും നല്ല കുറച്ചൊക്കെ ഒരു തിക്കാണ്. ഇനി ഒന്നുകൂടെ അതിങ്ങനെ തണുത്ത് വന്നാൽ ഒന്നും കൂടെ അങ്ങനെ കട്ടിയായിട്ട് വരും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇതിപ്പോൾ മുതിർന്നവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.